Good morning, all. Our next topic is operations planning categories. There are five major categories of operations planning. They are capacity planning, location planning, layout planning, quality planning, and methods planning. So, first we can discuss capacity planning. Capacity planning is the process used to determine how much capacity is needed in order to manufacture greater product or begin production of a new product. A number of factors can affect capacity, that is, number of workers, ability of workers, number of machines, waste, scrap, defects, errors, productivity, suppliers, government regulations, and preventive maintenance. Capacity planning is relevant in both long term and short term. അപ്പോൾ ഓപ്പറേഷൻസ് പ്ലാനിങ്ങിലെ കാറ്റഗറീസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 കാറ്റഗറീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? കപ്പാസിറ്റി പ്ലാനിങ്, ലൊക്കേഷൻ പ്ലാനിങ്, ലേഔട്ട് പ്ലാനിങ്, ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് മെത്തേഡ്സ് പ്ലാനിങ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? കപ്പാസിറ്റി പ്ലാനിങ്. കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിൻ ഹൗ മച്ച് കപ്പാസിറ്റി ഈസ് നീഡഡ് ഇൻ ഓർഡർ ടു മാനുഫാക്ചർ ഗ്രേറ്റർ പ്രോഡക്റ്റ്. അതായത് നമുക്ക് പിന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി എത്രയാണ്, അതായത് നമ്മുടെ ഒപ്റ്റിമം കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കപ്പാസിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? കപ്പാസിറ്റി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ വർക്കേഴ്സിൻ്റെ കപ്പാസിറ്റി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസ്, പിന്നെ മെഷീൻസിൻ്റെ മെയിൻ്റനൻസ്, ഗവൺമെൻറ് റെഗുലേഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം കപ്പാസിറ്റി പ്ലാനിങ് ഡിസിഷൻസ് എടുക്കാൻ. കപ്പാസിറ്റി പ്ലാനിങ് നമുക്ക് ഷോർട്ട് ടേമിലേക്കും ലോങ് ടേമിലേക്കും അത് റെലവൻ്റ് ആണ്. സെക്കൻഡ് കാറ്റഗറി ലൊക്കേഷൻ പ്ലാനിങ്. ഫെസിലിറ്റി ലൊക്കേഷൻ ഓർ planned location planning may be defined as the function of determining where the plant should be located for maximum operating economy and effectiveness. The basic purpose of the facilities location planning is to make product competitive by reducing cost of production and maximum utilization of റിസോഴ്സസ് ടു ഇൻക്രീസ് പ്രോഫിറ്റ്. ലൊക്കേഷൻ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫെസിലിറ്റീസ് എവിടെ ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എവിടെ ലൊക്കേറ്റ് ചെയ്താൽ മാക്സിമം എഫിഷ്യൻ്റായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കോസ്റ്റ് കുറച്ചിട്ട് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് നമുക്ക്, അതായത് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രോഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ലൊക്കേഷൻ പ്ലാനിങ് കൊണ്ട് എയിം ചെയ്യുന്നത്. അതായത് നമ്മൾ ലൊക്കേഷൻ പ്ലാൻ ചെയ്താൽ നമുക്ക് എന്തായിരിക്കണം? ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിൽ ചെയ്യണം. അതായത് നമുക്ക് റോ മെറ്റീരിയൽസ് എളുപ്പം എത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പെട്ടെന്ന് ആക്സസബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ നമുക്ക് റെൻറ്റ് കുറച്ചിട്ട് ബിൽഡിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലാൻഡിന് റേറ്റ് കുറവുള്ള, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്ത് നമുക്ക് പ്രോഫിറ്റബിൾ ആയ രീതിയിൽ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം എന്ത്? നമ്മുടെ പ്ലാൻഡ് ലൊക്കേഷൻ ഉണ്ടാകുന്നത്. അതാണ് ഓപ്പറേഷൻസ് പ്ലാനിങ്ങിലെ സെക്കൻഡ് കാറ്റഗറിയായ ലൊക്കേഷൻ പ്ലാനിങ്ങിൽ വരുന്നത്. തേർഡ് കാറ്റഗറി ലേഔട്ട് പ്ലാനിങ്. ലേഔട്ട് of a factory involves deciding where to put all the facilities, machines, equipment and staff in the manufacturing operations. Layout determines the way in which materials and other inputs ഫ്ലോ ത്രൂ ദി ഓപ്പറേഷൻസ്. ലേഔട്ട് പ്ലാനിങ് നമ്മളിപ്പം പ്ലാൻഡ് എങ്ങനെ വേണം അല്ലെങ്കിൽ എവിടെ വേണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്താൽ, നമ്മളൊരു ബിൽഡിങ് ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ മെഷീൻസൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, ആളുകൾ ഏത് ഓർഡറിൽ അവരുടെ വർക്കിംഗ് സ്പേസ് അലൈൻ വർക്കിംഗ് സ്പേസ് ഡിസൈൻ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്? ലേഔട്ട് പ്ലാനിങ്ങിൽ വരുന്നത്. നമ്മൾ ലേഔട്ടിനെ കുറിച്ച് മുന്നേ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അതായത് എന്താണ്? ഒരു എംപ്ലോയീൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കുറയ്ക്കുന്ന രീതിയിൽ വേണം മെഷീൻസിൻ്റെ ലേഔട്ടൊക്കെ ചെയ്യാൻ. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട 2 മെഷീനറീസ് ഉണ്ടെങ്കിൽ കഴിയുന്നത് അത് രണ്ടും അടുത്തടുത്തൊക്കെ ഫിക്സ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ എല്ലാ സമയത്തും അതിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം നടക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ടൈം നഷ്ടപ്പെടും. അതിലൂടെ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി പോവും, നമ്മുടെ പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി കുറയും. അപ്പോൾ ലേഔട്ടിൽ എന്താ വരുന്നത്? എല്ലാ സാധനങ്ങളും എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം അത് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തുമ്പോൾ തന്നെ അത് പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ലേഔട്ട് പ്ലാനിങ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ക്വാളിറ്റി പ്ലാനിങ് ആണ്.
Quality planning is the systematic process that translates quality policy into measurable objectives and requirements and lays down a sequence of steps for realizing them within a specified time frame. അത് ക്വാളിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ക്വാളിറ്റി പോളിസി ഇൻ ടു മെഷറബിൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. നമുക്ക് ഏതൊരു ഓർഗനൈസേഷൻ ആകുമ്പോഴും സെർട്ടൻ ക്വാളിറ്റി പോളിസീസ് ഉണ്ടാവും. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത്ര ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ആ ഒരു കണ്ടീഷൻ, ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അപ്പോൾ അത് എന്താണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ക്വാളിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണം, പക്ഷേ എന്താണ് ഹൈ ക്വാളിറ്റി എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമല്ലേ അത് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താണ്, ചില വാല്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വാല്യൂവിൻ്റെ താഴെ പോകുന്ന പ്രോഡക്റ്റ്സ് നമ്മൾ മാർക്കറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യില്ല. ആ ഒരു സ്റ്റാൻഡേർഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് വിടുള്ളൂ. ആ രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ് എന്ത്, ക്വാളിറ്റി പ്ലാനിങ്. നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ISO 9000-2000, the definition of quality planning is art of quality management focused on selling quality objectives and specifying necessary operational processes and related resources to fulfill quality objectives. അത് certain quality standards ഫിക്സ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന റിസോഴ്സസും പിന്നെ അതിൻ്റെ ഓപ്പറേഷണൽ പ്രോസസ്സും റിലേറ്റഡ് റിസോഴ്സസും ഏതൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ക്വാളിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്നത്. ക്വാളിറ്റി പ്ലാനിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എവ്രി വൺ ഇൻവോൾവ് ടു എൻഷുർ ദാറ്റ് ഓൾ റിക്വയർഡ് സ്റ്റെപ്സ് ആർ കംപ്ലീറ്റഡ് കറക്റ്റ്ലി ഓൺ ടൈം. അതായത് നമ്മുടെ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ആവുക. അതായത് ഓർഗനൈസേഷനിലെ എല്ലാ ലെവലിലുള്ള എംപ്ലോയീസിൻ്റെ അടുത്തും വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ എന്താണ്, ഓരോ സ്റ്റെപ്പിലും ആ ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റി പ്ലാനിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വാളിറ്റി പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Steps required for quality planning. First one, determine who are the customers. Second, identify customers' needs. Third, develop products with features that responds to customers' need. Develop systems and processes that allow the organization to produce these features. ഫിഫ്ത്ത്, ഡിപ്ലോയ് ദ പ്ലാൻസ് ടു ഓപ്പറേഷണൽ ലെവൽസ്. അപ്പോൾ ക്വാളിറ്റി പ്ലാനിങ്ങിൽ പ്രിലിമിനറി ആയിട്ട് വരുന്ന സ്റ്റെപ്സാണ് പറയുക. എന്താണ്, നമ്മുടെ കസ്റ്റമേഴ്സ് ആരാന്നുള്ളത് തീരുമാനിക്കുക. അതായത് നമ്മൾ ഏത് ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സിനെയാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെന്താണ്, ഡെവലപ്പ് പ്രോഡക്ട്സ് വിത്ത് ഫീച്ചേഴ്സ് ദാറ്റ് റെസ്പോൺസ് ടു കസ്റ്റമേഴ്സ് നീഡ്സ്. ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉള്ള പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക. ഫോർത്ത്, ഡെവലപ്പ് സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ദാറ്റ് അലൗ ദ ഓർഗനൈസേഷൻ ടു പ്രൊഡ്യൂസ് ദീസ് ഫീച്ചേഴ്സ്. അപ്പം ആ ഒരു ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷണൽ സിസ്റ്റംസും പ്രോസസ്സസും അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസും ഡെവലപ്പ് ചെയ്യുക. ഫിഫ്ത്ത്, ഡിപ്ലോയ് ദ പ്ലാൻസ് ടു ഓപ്പറേഷണൽ ലെവൽസ്. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇത് നിലവിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്ലാൻസ് ഓപ്പറേഷൻസ് ലെവലിൽ കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റി പ്ലാനിങ്ങിൽ പ്രിലിമിനറി ആയിട്ട് വരുന്ന സ്റ്റെപ്സ്. ഇനി ലാസ്റ്റ് കാറ്റഗറി, ഫിഫ്ത്ത് കാറ്റഗറി ഓഫ് ഓപ്പറേഷണൽ പ്ലാനിങ് മെത്തേഡ് സ്റ്റഡിയാണ്. Method study is the systematic recording and critical examination of existing and the proposed way of doing work as a means of developing and applying easier and more effective methods and reducing cost. Method study and work measurement are two principal activities of work study which originated in the വർക്ക് ഓഫ് FW ടൈലർ. FW ടൈലറെ നമുക്കറിയാമല്ലേ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറീസിൻ്റെ പ്രൊപ്പൗണ്ടറാണ് ആര്, FW ടൈലർ. അപ്പോൾ FW ടൈലറാണ് എന്ത്, ഈ ഒരു മെത്തേഡ് സ്റ്റഡി അല്ലെങ്കിൽ വർക്ക് മെഷർമെൻറ്റ് എന്നുള്ള കൺസെപ്റ്റൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക് സ്റ്റഡി എന്നുള്ള പ്രിൻസിപ്പളിലാണ് അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, മെത്തേഡ് സ്റ്റഡിയും
വർക്ക് മെഷർമെൻറ്റും ഒക്കെ. അപ്പോൾ മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ഓൾ ടാസ്ക്. ഒരു ഓർഗനൈസേഷനിൽ വരുന്ന എല്ലാ ടാസ്കിൻ്റെയും സിസ്റ്റമാറ്റിക് റെക്കോർഡിങ്ങും ക്രിട്ടിക്കൽ എക്സാമിനേഷനുമാണ് മെത്തേഡ് സ്റ്റഡിയിൽ വരുന്നത്. അതായത് അതിൽ ഇനിയിപ്പം നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ജോലികളും അതേപോലെ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലികളും ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്തിട്ട് അത് ഏറ്റവും നല്ല മെത്തേഡിൽ തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാനും നമ്മുടെ എഫിഷ്യൻസി കൂട്ടാനും വേണ്ടിയിട്ട് അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് കീപ്പ് ഓൺ ചെക്കിങ്. അതാണ് മെത്തേഡ് സ്റ്റഡിയിൽ വരുന്നത്. ഇനി നമുക്ക് മെത്തേഡ് സ്റ്റഡീൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെലക്ട്. അതായത് നമ്മൾ ഏത് വർക്കാണോ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ആ വർക്ക് സെലക്ട് ചെയ്യുക. സെക്കൻഡ്, റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് വർക്ക്. നമ്മൾ ആ വർക്കിൻ്റെ എല്ലാ റെലവൻറ്റ് ഇൻഫർമേഷൻസും റെക്കോർഡ് ചെയ്യുക, നമ്മൾ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യുക. തേർഡ്, എക്സാമിൻ. അതായത് റെക്കോർഡഡ് ഇൻഫർമേഷൻ ഒന്ന് നമ്മളതൊന്ന് എക്സാമിൻ ചെയ്യുക, അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മളൊന്ന് പരിശോധിക്കുക. തേർഡ്, ഡെവലപ്പ് ആൻഡ് ഇംപ്രൂവ്ഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഇത്രയും അതായത് നമ്മൾ ഏത് ജോലിയാണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് ഫസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് റെക്കോർഡ് ചെയ്യുക. പിന്നെ ആ റെക്കോർഡ് ചെയ്തത് വെച്ച് നമ്മളൊന്ന് എക്സാമിൻ ചെയ്യുക. എക്സാമിൻ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ അതിൽ മാറ്റങ്ങൾ അത് ഈ വർക്കിൻ്റെ രീതി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. അതിനെയാണ് ഡെവലപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ ദ ന്യൂ മെത്തേഡ് ആസ് എ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്. അതായത് നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതൊന്ന് അതായത് ഈ വർക്ക് ഇനി ഈ രീതിയിലാണ് ചെയ്യേണ്ടത്, ഇന്ന മാറ്റങ്ങൾ ഇതിൽ വരുത്തണം എന്നുള്ളത് നിലവിൽ വരുത്തുക, അതാണ് ഇൻസ്റ്റാള്. പിന്നെ മെയിൻറ്റെയിൻ ദ ന്യൂ സ്റ്റാൻഡേർഡ് പ്രൊആക്റ്റീവ്. അതായത് പിന്നെ എന്ത് ചെയ്യുക, കീപ്പ് ഓൺ അതിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, ചെറിയ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ് സ്റ്റഡിയിൽ സ്റ്റെപ്സ്. അപ്പോൾ മെത്തേഡ് സ്റ്റഡി എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ സ്റ്റെപ്സ് നോക്കിയാൽ. എന്താ, ഫസ്റ്റ് സെലക്ട്, then record, then examine, then develop, install and maintain. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻസ് പ്ലാനിങ് കാറ്റഗറീസിൽ നമുക്ക് പറയാനുള്ളത്. 5 കാറ്റഗറീസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.